ആഹാ, എന്താ ടേസ്റ്റ്, കഴിക്കണം. മോൻ സ്കൂളിൽ പോകുന്നില്ലേ? പോകും. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് 4 മണിക്കാ വരുന്നത്. സാറേ, ബാക്കി. മോനത് വെച്ചോ. അയ്യോ വേണ്ട സാറേ. അല്ല, കുഴപ്പമില്ല, ഇരുന്നോട്ടെ. താൻ വാ. മുൻപാണെങ്കിലേ ഞാൻ ആ കുട്ടിയോട് അങ്ങനെയൊന്നും പെരുമാറത്തില്ലായിരുന്നു. എന്തിന്? ഞാനവനെ ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ തൻ്റെ ക്ലാസ്സാ. വലിപ്പച്ചെറുപ്പമില്ലാതെ മനുഷ്യരെ നോക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് താനാ. താങ്ക്സ്. ആ കാട്ടുവാസി കൃഷ്ണ എല്ലാ വൃത്തികേടുകളും പഠിപ്പിച്ചു വെച്ചിരിക്കാം. താൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ മുമ്പൊരിക്കല് ചങ്ങാതിക്കടവില് പ്രോപ്പർട്ടി കാണാൻ പോയില്ലേ? അന്ന് അനിൻ സാറിന്റെ മോള് പച്ചമാങ്ങ പൊട്ടിച്ചിട്ട് എന്തോ ഒരു കൂട്ടും ചേർത്ത് തന്നായിരുന്നു. ആ ഒരു ടേസ്റ്റ് പിന്നെ എനിക്കൊരു സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ല. ആ ടേസ്റ്റും അതുണ്ടാക്കി തന്ന അനിൻ സാറിന്റെ മോളും അനിൻ സാറും ഒക്കെ മനസ്സിലിങ്ങനെ മായത നിൽക്കുക. നവീൻ പിന്നെ ചില കാര്യങ്ങളൊന്നും മറക്കില്ലല്ലോ. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ വല്ലപ്പോഴൊക്കെ അല്ലേ സുഖമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. താൻ കേറ്. കാശെണ്ണുന്ന യന്ത്രത്തിന്റെ അടുത്തുനിന്ന് പോന്നപ്പോ തന്നെ ആശ്വാസായി അല്ലേ കൃഷ്ണേ? എന്താ മോളിക്കുട്ടി? ഒന്നുമില്ല, ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നാ പിന്നെ നിനക്ക് ഏതെങ്കിലും കടയുടെ അടുത്ത് നിർത്തായിരുന്നില്ലേ? നീ പേഴ്സിലുണ്ടായിരുന്ന നോട്ട് എണ്ണിപ്പെറുക്കി അതിൽ വെക്കുന്നത് ഞാൻ കണ്ടതല്ലടി. എന്റെ കയ്യില് ഒരു 19 രൂപയുണ്ട്. നമുക്ക് ഒരു ചായയും ഒരു ബോണ്ടയും കഴിക്കാം. അതാവുമ്പോ കുറച്ച് കടുപ്പത്തിൽ അവിടെ കിടന്നോളും. വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആ, ഇതെടുത്ത് ചെലവാക്കിയില്ലെങ്കിലേ നമുക്ക് സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാം. ഒന്നിങ്ങോട്ട് വാടി. വക്കീലിന് പണം കൊടുത്തു. പക്ഷെ അപ്പോഴേക്കും മൊത്തത്തില് നമ്മളങ്ങ് വറ്റിപ്പോയി അല്ലടി. ഇനിയിപ്പോ അടുത്ത കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ റോഡ് വക്കിൽ നിന്ന് ആലോചിച്ചാ നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടുമോ? ഇപ്പൊ കാര്യങ്ങളൊക്കെ നടന്നില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഇനിയും വരും. ലോട്ടറി അടിക്കും, അങ്ങനെ എന്തെങ്കിലും. അടിക്കില്ലെന്ന് ഇനി പറയില്ലല്ലോ. എടി, അനിയൻ സാറിന്റെ നല്ല മനസ്സും നിന്റെ പ്രാർത്ഥനയൊക്കെ കാണുമ്പോഴേ ദൈവത്തിന് തോന്നും ഈ പാവങ്ങളെ ഒന്ന് സഹായിച്ചേക്കാവെന്ന്. എടി, നീ ഒന്ന് കണ്ണു തുടച്ചേ. ആശ്വസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നട റോഡിൽ നിന്നിട്ട് കരയണ്ട.
അച്ഛൻ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുക അവള്. ആ സന്തോഷത്തിൽ ഇപ്പൊ അവള് പൊയ്ക്കോട്ടെ. വിളിച്ചു പറ തന്റെ ആളുകളോട്. വേറെ ഒന്നും ചെയ്യരുത്. കൊന്നേക്കാൻ പറ. ഹലോ. ആ ഇതെന്താ പറ്റിയത്? എടി, ഡീസൽ തീർന്നാണോ? നമ്മുടെ കയ്യില് 5 പൈസ ഇല്ലാട്ടോ. ഞാൻ ഇന്ന് വരുന്ന വഴി 3 ലിറ്റർ ഡീസൽ അടിച്ചതാ. ഞാൻ എന്താ സംഭവം ഒന്ന് നോക്കട്ടെ. ആ, ഗാഥ, നമുക്കിവിടെ അടുത്ത് നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് കയറിയാലോ? ഇവിടെ ഏതാ സൈറ്റ്? നവീൻ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇത് താൻ ഉദ്ദേശിക്കുന്ന പോലെ വലിയ പ്രൊജക്റ്റ് ഒന്നുമല്ല. അന്ന് നമ്മൾ അനാഥ മന്ദിരത്തിന് ഒരു കെട്ടിടം വെച്ച് കൊടുത്തില്ലേ, ഏകദേശം അതുപോലെ. ഓ, വയസ്സായ ആളുകൾക്കുള്ളൊരു സംരക്ഷണ സ്ഥലമാണ്. ഒരു NGO അതിന്റെ പുറകിലുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ചാരിറ്റി. എന്തായാലും നമ്മളെ നോക്കേണ്ടത്. അത് പിന്നെ സിസ്റ്റം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്കത് എളുപ്പമാണല്ലോ. ഓ, അപ്പോ ചുളുവിലി കളരിക്കൽ ഗ്രൂപ്പിന് ഒരു നല്ല പേര് കിട്ടും. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ബിസിനസ് ആവുമ്പോ എല്ലാ വശവും നോക്കണല്ലോ കഥ. അല്ല, ഞാനിത് കാരെടുത്താ പറയുന്നത്. ഇതിന്റെയൊക്കെ നടുവിൽ നിൽക്കുന്ന ആളല്ലേ സിത്താര മാഡം. പിന്നെന്താ വിശദീകരിക്കാനുള്ളത്?